ഹലോ അസ്സലാമലൈക്കും. ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ നമ്മൾ ഒരു ഇൻഡിപെൻഡൻസ് പ്രമാണിച്ചിട്ട് ഒരു വളയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അതായത് ഇത് നമ്മൾ അധികം അങ്ങനെ മേടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് പേര് ഇതിൻ്റെ ഫോട്ടോസൊക്കെ വിട്ടന്നിട്ട് ഈ ഒരു സംഭവം ഉണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു വള വാങ്ങിച്ചതാണ്. ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ട് ഈ ഒരു ഐറ്റം ഉണ്ടോ എന്ന് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരുപാട് പേര് ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ട് പോണതാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ട് പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ലല്ലോ എങ്ങനെ എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരിനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോർട്ടായിട്ട് അങ്ങനെ സ്പീഡാക്കിയിട്ട് കാണിക്കല്ല, പെട്ടെന്ന് മെല്ലെ മെല്ലെ, അതായത് സ്ലോവിൽ ഓരോ വീഡിയോസും അതിൻ്റേതായ രീതിയിൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ബീഡ്സ്, അതായത് ഇൻഡിപെൻഡൻസിൻ്റെ ഗ്രീന്, ഓറഞ്ച്, വൈറ്റ് അതിങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റിങ്ങിൻ്റെ ഉള്ളിൽ കയറ്റാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ എൻഡ് ഭാഗത്ത് എന്ത് ചെയ്യുക, കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനൊരു ഗ്രീൻ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് കൂടെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഗ്രീൻ ബീഡ്സ് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു പകുതി ഭാഗത്തോളം ഗ്രീൻ ബീഡ്സ്, അത് കഴിഞ്ഞാൽ വൈറ്റ് ബീഡ്സ്, അത് കഴിഞ്ഞാൽ ഓറഞ്ച് ബീഡ്സ്, ആ ഒരു രീതിയിലാണ് ഞാനിത് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബീഡ്സ് ഞാൻ ഷോർട്ട് വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബീഡ്സിന് കുറച്ച് റേറ്റ് കൂടുതലായ കാരണം തന്നെ ഇതിന് 10 ഗ്രാമിന് 15 രൂപ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെയുള്ള എല്ലാ ബീഡ്സും, ഗ്ലാസ് ബീഡ്സ്, ക്രിസ്റ്റൽ ബീഡ്സ്, അങ്ങനെയുള്ള ബീഡ്സിനൊക്കെ 10 ഗ്രാം 10 രൂപ റേറ്റിനാണ് കൊടുക്കുന്നത്. ഇത് കുറച്ച് റേറ്റ് കൂടിയത് കൊണ്ടാണ് നമ്മൾ ഇതിന് 10 ഗ്രാമിന് 15 രൂപ എന്ന റേറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് 10 ഗ്രാമിന് 10 രൂപ എന്ന റേറ്റ്. അതറിയാണ്ട് എല്ലാ ബീഡ്സും അങ്ങോട്ട് ഇടണേ കൂടെ അങ്ങനെ ഇട്ട് പോയതാണ്. അപ്പോൾ ഈ ഒരു ബീഡ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പം ഞാനിത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാനത് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ലാസ്റ്റിലെത്തുമ്പോൾ കുറച്ച് നമ്മൾ എൻഡ് ബീഡ് കൊടുക്കണമല്ലോ. എൻഡ് ബീഡ് കൊടുക്കണ പോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണമല്ലോ നമുക്ക് ലാസ്റ്റ് ബീഡ്സിന് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഇനി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റ് ബീഡും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഉണങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റിൽ ആ ബീഡും കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ശരിക്കും ഒരു ഇൻഡിപെൻഡൻസ് മോഡലായിട്ട് കിട്ടിയിട്ടില്ല, അതായത് ഗ്രീന്, വൈറ്റ്, ഓറഞ്ച്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ കറണ്ട് ഇല്ലാത്ത കാരണം ലൈറ്റ് പോവുക വരിക അങ്ങനെ ആയിട്ടിരുന്ന് നിന്നായിരുന്നു, ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേനും അത് വീണ്ടും പോകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കൊരു ലൈറ്റിലൊക്കെ ഒരു വ്യത്യാസം വരുന്നത്. കാരണം വോൾട്ടേജ് ഇല്ലാത്ത കാരണം ലൈറ്റ് വന്നിട്ടും പോയിട്ടൊക്കെയാണ് ഇരുന്നിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വീഡിയോ എടുക്കാനും വൈകിയത്. ഇത് ഇടുന്ന ടൈമിനേക്കാൾ ഒരു 10-15 മുന്നായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വോയിസ് ഇടുന്നതും വീഡിയോ എടുത്തതും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ വള നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക.